ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ്. വാട്സപ്പിൽ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളുടെ ഫോണിൽ റീചാർജ് കട്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി വാട്സപ്പ് വഴി റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വാട്സപ്പ് അതിനായിട്ടൊരു അപ്ഡേറ്റ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിൽ തന്നെ നമ്മുടെ റീചാർജ് തീരുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ റീചാർജ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിൽ തന്നെ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പുതിയ അപ്ഡേറ്റാണ്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. ഓപ്പൺ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ഇവിടെ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് കാണാം. ഈ ഓപ്ഷനിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് വരും. അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സ്കാൻ UPI, അതുപോലെ തന്നെ പേ മൊബൈൽ നമ്പർ, അത് വ്യൂ അക്കൗണ്ട് ബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൊബൈൽ റീചാർജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം നമ്പറുകൾ, നിങ്ങളുടെ ഫോണിലുള്ള നമ്പറുകളെല്ലാം ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ആർക്കാണോ റീചാർജ് ചെയ്യേണ്ടത് അവരുടെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഈ ഒരു നമ്പറിലോട്ട് റീചാർജ് ചെയ്യാൻ നോക്കുകയാണ്. റീചാർജ് ചെയ്യാൻ നേരത്തെ നമുക്കിപ്പോൾ നമ്മുടെ പ്ലാനും കാര്യങ്ങളും എല്ലാം ഇതുപോലെ കാണിക്കും. എത്ര രൂപയുടെ പ്ലാനാണ് നിങ്ങൾക്ക് ആവശ്യം. ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ആണോ, സ്മാർട്ട് ഫോണാണോ, ജിയോ ഫോണാണോ, അങ്ങനെയെല്ലാം കാണിക്കും. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഏതാണെന്നുള്ളത്, ഇവിടെ ഡാറ്റ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാറ്റ എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഡാറ്റ ഇപ്പോൾ ഓഫർ ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓഫർ കിട്ടുന്നത്, എത്ര ദിവസത്തേക്ക് കിട്ടും, എത്ര GB ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്, 28 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആണ് എന്നൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് സെലക്റ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. താഴെ നമുക്ക് സെലക്ട് എ പ്ലാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരും. ഇവിടെ നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. താഴെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കുറേ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരും. അതിനകത്ത് നമുക്ക് വാട്സപ്പ് പേയ്മെൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഗൂഗിൾ പേ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ റീചാർജ് ആകും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അത് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ UPIയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ഇതേ രീതിയിൽ ഈ പേ 200 എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ആകുന്നതുമാണ്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.